കരാട്ടെ കിഡ് എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട് ജാക്കി ചാൻ്റെ. അതിൽ ആ കുട്ടി ക്ലബിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഈ ജാക്കറ്റ് ഊരി താഴേക്ക് എറിയുന്നൊരു സീനുണ്ട്. അപ്പോൾ ആദ്യം മൂപ്പര് കൊടുക്കുന്ന ഒരു ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജാക്കറ്റ് ഇടുക, ഹാങ്ങറിൽ തൂക്കുക. ഇതിങ്ങനെ ഒരു 1 വീക്ക് 2 വീക്കോളം ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യും. ഈ ബോക്സിംഗ് റിങ്ങുകളിൽ ജീവിതം അവസാനിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് രണ്ടുപേരെ ഒരു ബ്രൂട്ടലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിക്കാൻ? അവിടെ എന്താണ് പ്രൂവ് ചെയ്യാൻ കഴിയുന്നത്? ഈ ഒരു ആം ബോക്സിങ്, അതായത് നമ്മൾ കൈക്ക് മാക്സിമം പവറിൽ ഇടിച്ചിട്ട് ആളെ, പിന്നീട് അത് ക്യൂൻസ്ബറി ലോയാണ് ശരിക്കും ബോക്സിങ്ങിനെ കൺട്രോൾ ചെയ്തിട്ട് ഈ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഒരു ക്രൂരനാണ് മനുഷ്യൻ. യെസ്, ഒബ്വിയസ്ലി അത് തന്നെയാണ്. കാരണം നമ്മൾ അങ്ങനെയാണ്, നമ്മുടെ സർവൈവൽ മോഡ് അങ്ങനെയായിരുന്നു. നമ്മൾ കാട്ടിൽ ജീവിച്ചിരുന്ന ആളുകളാണ്. ഒരാളെ ഉപദ്രവിക്കുന്നത് കാണുന്നത്, ഒരാളെ ഇടിക്കുന്നത് കാണുന്നത് ആളുകൾക്ക് പ്രത്യേകിച്ച് അത് ഭയങ്കര ഇഷ്ടമാണ്. മനുഷ്യന്റെ ക്രൂരത ആസ്വാദകരമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുക എന്നാണ് ഈ മാർഷൽ ആർട്സ് കൊണ്ട് പലപ്പോഴും. ഇപ്പോൾ എനിക്കൊന്ന് ബോക്സിങ്ങിൻ്റെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ, പക്ഷേ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് അവരുടെ ജീവിതം തന്നെ ഇല്ലാതായി പോകാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഇതിലില്ലേ? കാരണം നല്ല ഇടി കിട്ടും. കാരണം നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഉണ്ടാവും, ഈ ഒരു ജോലൈൻ ഇവിടെ ഇടി കിട്ടിക്കഴിഞ്ഞാൽ എന്തോ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഷേക്ക് ആവും. ബ്രെയിൻ ഷേക്ക് ആയി കഴിഞ്ഞാൽ ആൾ നോക്കൗട്ടായിട്ട് വീഴും. അബാക് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആലുവ ഫൈറ്റ് ക്ലബിലെ മാസ്റ്ററാണ് സിബിൻ ഇസ്മയിൽ. നമസ്കാരം. ഈ ബോക്സിങ് അല്ലെങ്കിൽ കരാട്ടെ, കുംഫു ഇന്ന് ഒരുപാട് മാർഷൽ ആർട്സ് ഉണ്ട്. പഴയ കാലത്ത് കൂടുതലും ഈ കളരി ഇത്തരത്തിലുള്ള മാർഷൽ ആർട്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ ഒരു പരിധി വരെ നോക്കുകയാണെങ്കിൽ ഈ കുട്ടികളാണ് ഇതെല്ലാം പഠിക്കാൻ വരുന്നത്. യഥാർത്ഥത്തിൽ കുട്ടികളെ ഒരു ഗുണ്ടകളാക്കാൻ അല്ലെങ്കിൽ അക്രമവാസന വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല യഥാർത്ഥത്തിൽ ഈ മാർഷൽ ആർട്സ് പോലെയുള്ള പദ്ധതികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മെത്തേഡുകൾ ഉള്ളത്. ആക്ച്വലി നമ്മൾ മാർഷൽ ആർട്സ് എന്ന് പറയുമ്പോൾ ഇത് നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യണം. ഒരു 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. കാരണം ഒറ്റ വാക്കിൽ ഇത് പറഞ്ഞു ഒതുക്കാനും പറ്റില്ല. അതിൽ ഫസ്റ്റ് ഒരു കാറ്റഗറി വരുന്നത് ട്രഡീഷണൽ മാർഷൽ ആർട്സ്, അതായത് പാരമ്പര്യമായിട്ട് കൈമാറി വരുന്ന ഒരു മാർഷൽ ആർട്സ്. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് കളരി, കരാട്ടെ, കുംഫു, ഈ ഒരു രീതിയിലുള്ള ഒരു ഗ്രൂപ്പ്. സെക്കൻഡ് വരുന്നത് മോഡേൺ മാർഷൽ ആർട്സ്. മോഡേൺ മാർഷൽ ആർട്സ് എന്ന് പറയുമ്പോൾ ഇതിൽ ജീറ്റ് കുണ്ടോ, ബ്രൂസ്ലി ഫോം ചെയ്ത ജീറ്റ് കുണ്ടോ, പിന്നെ ക്രൗ മാഗ, പിന്നെ ഒരു റഷ്യൻ മിലിറ്ററി യൂസ് ചെയ്യുന്ന ഒരു മാർഷൽ ആർട്സ് ഉണ്ട്, അതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. അപ്പം ഇങ്ങനെ വിവിധ തരത്തിലുള്ള ന്യൂ മോഡേൺ മാർഷൽ ആർട്സുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ 2 കാറ്റഗറി. 3ാമത്തെ കാറ്റഗറി വരുന്നതാണ് കോമ്പാക്ട് സ്പോർട്സ് എന്ന് പറയുമ്പോൾ, അതായത് ഞാൻ അതിനകത്തേക്ക് വരാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഇപ്പോൾ ഈ പാരമ്പര്യമായിട്ട് വരുന്ന മാർഷൽ ആർട്സിൽ പെടുന്ന സംഭവങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ ഈ കരാട്ടെ, കളരി, കുംഫു, ഇതൊക്കെ ശരിക്കും ഒരു ഗുരുകുല സെറ്റപ്പാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ക്ലാസ്സിൽ തന്നെ അറിയാം, നമ്മൾ വരുമ്പോൾ തന്നെ ബോ ചെയ്യുന്നു, റെസ്പെക്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ ഒരു തത്വം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗീവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട് എന്നാണ്. ഫസ്റ്റ് റെസ്പെക്റ്റ് ചെയ്യാനാണ് പഠിക്കുന്നത്. ആദ്യം ഒരു മാസ്റ്റർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ആ സ്റ്റുഡൻറ്റിനെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കും. അവിടെ ജാതി, മതം അല്ലെങ്കിൽ ഒരു ലിംഗം ഇത് നോക്കിയിട്ടല്ല, കഴിവുള്ളവനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുന്നു, മാസ്റ്റേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു, പാരൻസിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു, ഒപ്പം ട്രെയിൻ ചെയ്യുന്ന ആളുകളെ റെസ്പെക്റ്റ് ചെയ്യുന്നു. അങ്ങനെ റെസ്പെക്റ്റിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. പണ്ട് കാലങ്ങളിലൊക്കെ കളരിയിൽ അറിയാം, അവിടെ വന്ന് മാസ്റ്റേഴ്സിൻ്റെ വീട് ക്ലീൻ ചെയ്യുന്നു, അതല്ലെങ്കിൽ ക്ലബ് ഡോജ് ക്ലീൻ ചെയ്യുന്നു, മാസ്റ്റേഴ്സിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു. ആ ഒരു പാറ്റേണിലാണ് ആ ഒരു സംഭവം പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് അപ്പോൾ ഒരുപാട് ക്ഷമ നമ്മൾ പഠിക്കും. കരാട്ടെ കിഡ് എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ട് ജാക്കി ചാൻ്റെ. അതിൽ ആ കുട്ടി ക്ലബിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഈ ജാക്കറ്റ് ഊരി താഴേക്ക് എറിയുന്നൊരു സീനുണ്ട്. അപ്പോൾ ആദ്യം മൂപ്പര് കൊടുക്കുന്ന ഒരു ടീച്ചിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ജാക്കറ്റ് ഇടുക, ഹാങ്ങറിൽ തൂക്കുക, വീണ്ടും ജാക്കറ്റ് താഴത്തേക്ക് ഇടുക, വീണ്ടും തൂക്കുക. ഇതിങ്ങനെ ഒരു 1 വീക്ക് 2 വീക്കോളം ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യും. അപ്പോൾ അവിടെ കിട്ടുന്ന ആ ശിഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നീ ക്ഷമിക്കാൻ പഠിക്കുക. ക്ഷമയാണ് ഇമ്പോർട്ടൻറ്റ്. അവസാനം കുട്ടി അത് ഇട്ടിട്ട് പോകും, കരാട്ടെ അറിയത്തില്ലെന്ന് പറഞ്ഞ് ക്ഷമിക്കാൻ പഠിക്കുന്നു. പിന്നെ അതിൽ നിന്ന് തന്നെ കുംഫു ഉണ്ടാകുന്നു, അത് ടെക്നിക്കിലേക്ക് മാറുന്നു. അതാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഈ ഒരു മാർഷൽ ആർട്സ് അല്ലെങ്കിൽ ഈ ആയുധങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതും കരാട്ടെ ആണെങ്കിലും അതേപോലെ തന്നെയാണ്, കളരി ആണെങ്കിലും അതുപോലെ തന്നെയാണ്, കുംഫു ആണ് അതുപോലെ തന്നെയാണ്. കരാട്ടെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ക്യോകുഷിൻ, ഗോജുറിയോ,
പിന്നെ ഷിറ്റോറിയു, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ട്. കുങ്ഫു വരുമ്പോൾ ഇതേപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഒരുപാടുണ്ട്. ഷാവലിൻ, തായ്ച്ചി, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പുകളുണ്ട്. കളരി വരുമ്പോഴും നമുക്കറിയാൻ പറ്റും തെക്കൻ, വടക്കൻ, മധ്യ കേരളം, അങ്ങനെ ഒരുപാട് ശൈലികൾ കളരിക്കുണ്ട്. ഈ ഒരു പ്രോപ്പറായിട്ട് ഒരു പാരമ്പര്യ രീതിയിൽ ആയോധന പഠിച്ച് വരുന്ന ഒരാൾക്ക് നല്ല രീതിയിൽ ക്ഷമയും ഉണ്ടാവും. ഒരിക്കലും ഗുണ്ടയായി മാറുമെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം മനസ്സിൻ്റെ ഒരു കൺട്രോളാണത്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ രാഹുൽ വണ്ടിയായിട്ട് ഒരു സ്ഥലത്ത്, രാഹുൽ നല്ലൊരു കളരി ആശാനാണ്, നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു കളരി ആശാനാണ്. ഒരു വണ്ടിയായിട്ട് ഒരു സ്ഥലത്ത് പോകുന്നു. വണ്ടി ചെറുതായിട്ടൊന്നും ഉരതി. അപ്പോൾ ഈ വണ്ടിയിൽ നിന്ന് നമ്മൾ ചാടി പുറത്തിറങ്ങി നോക്കുമ്പോൾ വണ്ടി ഉരതിയിട്ടുണ്ട്. ഒരു ബൈക്കുകാരാണ് പറയുന്നത്. രണ്ടാളുകളുണ്ട്. അവർ വണ്ടിയായിട്ട് മുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വാക്ക് തർക്കം വരികയാണ്. അപ്പോൾ രാഹുൽ സ്വീകരിക്കുന്ന ഒരു നിലപാടുണ്ട് അവിടെ മാക്സിമം ശബ്ദം കുറച്ച് ആവശ്യത്തിന് മാത്രം സംസാരിച്ച് ക്ഷമയോടുകൂടി അത് കൈകാര്യം ചെയ്യും. അത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ്, നമ്മൾക്ക് ഗുരുക്കന്മാരിൽ നിന്ന് പകർന്നു കിട്ടിയ അറിവാണ്. ആ രീതിയിലാണ് രാഹുൽ അത് കൈകാര്യം ചെയ്യുള്ളൂ. ആ സമയം ഈ ഓപ്പോസിറ്റ് വന്ന ടീം ഭയങ്കരമായിട്ട് റഷാവും, ഭയങ്കരമായിട്ട് ലൗഡായിട്ട് സംസാരിക്കും, ഭയങ്കരമായിട്ട് അവരെ റിയാക്ട് ചെയ്യും. അവരാ റിയാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ, അതായത് രാഹുൽ അതിൽ നിന്ന് സാവധാനം ഒഴിഞ്ഞു മാറി പോകും. ഒരു അടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഒഴിവാക്കുകയാണ്. അത് രാഹുലിൻ്റെ എക്സ്പീരിയൻസ് ആണ്. ആ സമയം അവർ വിചാരിക്കുന്നത് എന്താ, രാഹുലിന് അവരെ പേടിച്ചിട്ടാണ് പിന്മാറുന്നതെന്നാണ് അവർ വിചാരിക്കുന്നത്. അല്ലേ? ഇതാണ് ശരിക്കും നല്ല രീതിയിൽ നല്ലൊരു ഗുരുവിൻ്റെ പാതയിൽ നല്ല രീതിയിൽ ഒരു എന്താ പറയുക കാര്യങ്ങൾ ബഹുമാനിച്ച് അർത്ഥവത്തായിട്ട് പഠിച്ചു വരുന്ന ഒരു മാർഷൽ ആർട്ടിസ്റ്റിൻ്റെ ഗുണം എന്ന് പറയുന്നത് അതാണ്. മാക്സിമം ആ പ്രശ്നങ്ങൾ അവിടെ ഒഴിവാക്കുക എന്നുള്ളത്. പക്ഷെ എന്നാൽ ഇപ്പുറത്തൊരു വശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിൽ അക്രമവാസനയുള്ള ഒരുപാട് ആളുകൾ ഇതിലൂടെ വളർന്നു വരുന്നില്ലേ? ഇല്ലയെന്ന് ഞാൻ പറയാനുള്ള. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ എന്നൊരു സാധനമുണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഒരു ഗുരു ഓരോ ഗുരുക്കന്മാരും പഠിപ്പിക്കുന്നത് ഓരോ രീതിയിലാണ്. എല്ലാവരും പക്കയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് കൊടുക്കുന്ന സമയത്ത് ഇപ്പം ഞാനൊക്കെ എൻ്റെ മാസ്റ്ററിൻ്റെ പേര് രഞ്ജിത്ത് എന്നാണ്. അദ്ദേഹമൊക്കെ പഠിപ്പിക്കുന്ന രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കം ഒരു റെസ്പെക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്നു, പിന്നെ എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിക്കുന്നു. അതിനകത്ത് ഭക്ഷണമുണ്ട്, ജീവിതശൈലിയുണ്ട്. ഞാൻ പറയട്ടെ, പ്രോപ്പറായിട്ട് മാർഷൽ ആർട്സ് ട്രെയിൻ ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ഡ്രഗ്സ് ഉപയോഗിക്കില്ല. കാരണം സ്വന്തം ശരീരത്തിനെ ദൈവത്തെ പോലെ കണ്ട് സംരക്ഷിച്ചു പോകുന്ന ഒരാളാണ് അയാൾ. ഇനി രണ്ടാമത്തെ കാറ്റഗറിയിലേക്ക് വരുമ്പോൾ നമുക്ക് മോഡേൺ മാർഷൽ ആർട്സ്. അത് അവിടെ ഒരു സ്ഥിരമായിട്ടുള്ള ശൈലിയില്ല. ഈ ട്രഡീഷണൽ മാർഷൽ ആർട്സിൻ്റെ ഉള്ളിൽ നിന്നും അതായത് ഭയങ്കരമായിട്ടുള്ള, അതായത് അത്രയും ഡെഡ്ലി ആയിട്ടുള്ള സ്ട്രൈക്കുകൾ, ചോപ്പിങ്, നമ്മൾ എന്താ പറയുക ലോക്കിങ്, ഇതേപോലുള്ള സംഭവങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തെടുക്കുന്ന ഒരു സിസ്റ്റമാണ് മോഡേൺ മാർഷൽ ആർട്സ് വരുമ്പോൾ. ഇപ്പോൾ ക്രവ് മാഗ, ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് രൂപീകരിച്ച സിസ്റ്റമാണ് ക്രവ് മാഗ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എതിരാളിയെ ഫിനിഷ് ചെയ്യുക. അത് സെൽഫ് ഡിഫെൻസ് രീതിയാണ്, അത് സ്ട്രീറ്റ് ഫൈറ്റിൽ ഉപയോഗിക്കുന്ന രീതിയാണ്. അപ്പം അവിടെ ഒരു എത്തിക്സിനൊരു പ്രാധാന്യമില്ല. അവിടെ ഒരാൾ വന്ന് ചൊറിഞ്ഞു അടിക്കുക, അപ്പം അത് സെൽഫ് ഡിഫെൻസ് മോഡാണത്. അപ്പം ഓരോ മാർഷൽ ആർട്സിനും ഓരോ ശൈലികളുണ്ട്. അപ്പോൾ ക്രവ് മാഗ പഠിച്ചവൻ അതനുസരിച്ചിട്ട് ആക്ട് ചെയ്യുള്ളൂ. ആ സമയം ട്രഡീഷണലായിട്ട് കുങ്ഫുവോ കരാട്ടയോ കളരിയോ പഠിച്ചവൻ അവൻ വേറെ രീതിയിൽ ആക്ട് ചെയ്യുള്ളൂ. മാക്സിമം ഒഴിഞ്ഞു മാറാൻ നോക്കുള്ളൂ, ക്ഷമ സ്വീകരിക്കും. ഇപ്പോൾ ക്രവ് മാഗ പഠിച്ച ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലേക്ക് എന്താ പറയുക, ക്രവ് മാഗ മോശമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ നല്ല രീതിയിൽ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അത് ഓരോരുത്തരുടെ മെൻറ്റാലിറ്റിയാണത്. പിന്നെ മൂന്നാമത് വരുമ്പോൾ കോമ്പാക്ട് സ്പോർട്ടിലേക്ക് വരും. കോമ്പാക്ട് സ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്നത്തെ ബോക്സിങ്, കിക്ക് ബോക്സിങ്, അതേപോലെ തന്നെ മൊയ്തായ്, ഇതെല്ലാം കോമ്പാക്ട് സ്പോർട്ടാണ്. ഇത് ട്രഡീഷണൽ മാർഷൽ ആർട്സുകളിൽ നിന്നും നമ്മളിപ്പോൾ ട്രഡീഷണൽ മാർഷൽ ആർട്സിലേക്ക് പോകുമ്പോൾ ഇതിനകത്ത് കഴുത്തിലേക്കും കണ്ണിലേക്കും കഴുത്തിൻ്റെ പിറകിലേക്ക് ഇങ്ങനെയുള്ള ഡെഡ്ലി ആയിട്ടുള്ള അറ്റാക്കുകൾ, സ്ട്രൈക്കിങ് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഒഴിവാക്കിയിട്ട് ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഒരു മത്സരം ഇനം എന്ന ലെവലിൽ
ആ അത്രയും ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് ഒരു സ്പോർട്സ് ലെവലിലേക്ക് കൊണ്ടുവന്ന സംഭവങ്ങളാണ് ഈ ബോക്സിങ്, കിക്ക് ബോക്സിങ് എന്നുള്ള സംഭവങ്ങളൊക്കെ. ഈ കോമ്പാക്ട് സ്പോർട്ടാണ്. ഇപ്പോൾ മൊയ്ത്തായുടെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് മോയ് ബോറൻ എന്നാണ് പറയുന്നത്. മോയ് ബോറൻ. ഈ മോയ് ബോറനിൽ ശരിക്കും ഗ്ലൗസ് ഒന്നും യൂസ് ചെയ്യൂല. മറ്റേ കയറ് കെട്ടിയിട്ടാണ്, നിങ്ങൾ ചിലപ്പോൾ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടാവും, കയറ് കെട്ടിയിട്ട് ഈ കയറ് വെച്ചിട്ട് കെട്ടിയിട്ടാണ് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇത്രയും ആ ഹാർഡ് തിങ്സ് എല്ലാം ഒഴിവാക്കിയിട്ട് ഗ്ലൗസ്, ഹെഡ് ഗിയർ സംഭവങ്ങളെല്ലാം ആഡ് ചെയ്തിട്ടാണ് പിന്നെ തായ് ബോക്സിങ്, മൊയ്ത്തായൊക്കെ വരുന്നത്. അപ്പം അങ്ങനെ 2 വേർഷൻ ഉണ്ട് ഇതിന്. പക്ഷെ ഇതിനകത്തൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ബോക്സിങ് റിങ്ങുകളിൽ ജീവിതം അവസാനിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് 2 പേരൊരു ബോക്സിനകത്തേക്ക് കയറ്റി വിട്ടിട്ട് ബ്രൂട്ടലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കാൻ പറ്റുന്നത്? അവിടെ എന്താണ് പ്രൂവ് ചെയ്യാൻ കഴിയുന്നത്? ഇത് ആക്ച്വലി ബോക്സിങ്ങിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞിട്ട് റോമൻ കാലഘട്ടത്തിന് മുമ്പ് തുടങ്ങിയതാണ് ബോക്സിങ്ങിൻ്റെ ചരിത്രം. ആളുകളുടെ അന്നത്തെ കാലഘട്ടത്തിൽ ഗിയേഴ്സ് ഒന്നും ഇല്ലാതെ ജസ്റ്റ് ബെയർ നെക്കിൾ, ബെയർ ഹാൻഡ് ലെവലിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഈ ഒരു ആം ബോക്സിങ്. അതായത് നമ്മൾ കൈക്ക് മാക്സിമം പവറിൽ ഇടിച്ചിട്ട് ആളെ ഫിനിഷ് ചെയ്യാന്നുള്ള ആ ഒരു ബ്രൂട്ടൽ ശൈലിയിലാണ് ശരിക്കും ഇത് വരുന്നത്. അന്നൊക്കെ എൻജോയ്മെൻ്റ് ആയിരുന്നു, എൻജോയ്മെൻ്റ് ശൈലിയിൽ. പിന്നീട് അത് ക്യൂൻസ്ബറി ലോയാണ് ശരിക്കും ബോക്സിങ്ങിനെ കൺട്രോൾ ചെയ്തിട്ട് ഈ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഈ ക്യൂൻസ്ബറി ലോ വന്നതിന് ശേഷമാണ് ബോക്സിങ് ഇത്രയും ജനപ്രിയമാകാൻ കാരണം കുറച്ചും കൂടി, അതായത് ഇപ്പോൾ സ്റ്റുഡൻസിനാണെങ്കിലും അക്കാദമിക്കൽ ലെവലിൽ ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടാൻ. പിന്നെ നമ്മളിപ്പോൾ ഇഞ്ചുറീസ് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഫുട്ബോൾ ഇഞ്ചുറി പറ്റുന്നില്ലേ? അല്ല, ഈ ബ്രൂട്ടലായിട്ട് ഇടിക്കുന്ന കാണാൻ ആളുകൾക്ക് ആഗ്രഹം കൂടുതലാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ശരിയാണ്. കാരണം ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലാണെങ്കിലും എന്ത് കണ്ടൻ്റ് ആണെങ്കിലും അതിനകത്ത് ചെറിയൊരു നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് വൈറലാവും. മനുഷ്യൻ പ്രകൃതിയാൽ ശരിക്കും പറഞ്ഞാൽ കാടന്മാരാണ്. നമ്മൾ കാട്ടിൽ ജനിച്ചു വളർന്ന ആളുകളാണ്. നമുക്ക് ഈ ഹാർഡ്നെസ്സിനോട്, ഈ നമ്മുടെ ഉള്ളിൽ വേദനയോട്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് അതിനോട് താല്പര്യമുണ്ട്. ഒരു ക്രൂരനാണ് മനുഷ്യൻ. യെസ്, ഒബ്വിയസ്ലി അത് തന്നെയാണ്. കാരണം നമ്മൾ അങ്ങനെയാണ്, നമ്മുടെ സർവൈവൽ മോഡ് അങ്ങനെയായിരുന്നു. നമ്മൾ കാട്ടിൽ ജീവിച്ചിരുന്ന ആളുകളാണ്. എങ്ങനെയെങ്കിലും നമ്മുടെ ജീവൻ രക്ഷിക്കണം, എങ്ങനെയെങ്കിലും നമ്മുടെ വിശപ്പ് മാറ്റണം, അപ്പോൾ എങ്ങനെ ഉപദ്രവിക്കണോ, ഇത് നമ്മൾ ആ ഒരു കാടനിൽ നിന്നാണ് നമ്മൾ ഇന്നത്തെ ലോസൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളൊരു മനുഷ്യനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്, ഒരു പൂർണ്ണനായ മനുഷ്യനായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇപ്പോഴും പൂർണ്ണനാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു ചില റീൽസിൽ, നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് കണ്ടിട്ടില്ലേ, ഇതിനകത്ത് ഫസ്റ്റത്തെ ഒരു 5 seconds ഒരു ക്യാച്ചിങ് ഹുക്ക് ഇടുക. ഹുക്ക് ഇടുന്നത് ചിലപ്പോൾ ഒരു പെൺകുട്ടീനെ കിക്ക് ചെയ്തിട്ട് ത്രോ ചെയ്ത് തെറിപ്പിക്കുന്നതായിരിക്കും. ആ വീഡിയോ ഭയങ്കരമായിട്ട് വൈറലാവും. കാരണം ഒരാൾ ഉപദ്രവിക്കുന്നത് കാണുന്നത്, ഒരാളെ ഇടിക്കുന്നത് കാണുന്നത് ആളുകൾക്ക് പ്രത്യേകിച്ച് അത് ഭയങ്കര ഇഷ്ടമാണത്. ആ ഒരു നെഗറ്റിവിറ്റീനെ ആളുകൾ ഇഷ്ടപ്പെടുന്നു. ഇതിങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. ആൽഗോരിതം വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. മനുഷ്യൻ്റെ ക്രൂരത ആസ്വാദകരമായിട്ടുള്ള രീതിയിൽ അവതരിപ്പിക്കുക എന്നാണ് ഈ മാർഷൽ ആർട്സ് കൊണ്ട് പലപ്പോഴും. ഇപ്പോൾ എനിക്കൊന്ന് ബോക്സിങ്ങിൻ്റെയൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പല കുട്ടികളും ഇതിലേക്ക് ആകർഷ്ടരായിട്ട് പോകുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ചെറിയൊരു അശ്രദ്ധ കൊണ്ട് അവരുടെ ജീവിതം തന്നെ ഇല്ലാതായി പോകാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഇതിലില്ലേ? ഇതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല രീതിയിൽ ട്രെയിനിങ് എടുക്കാണ്ട് വരുമ്പോഴാണ് ഇതിനകത്ത് ഇഞ്ചുറീസ് വരുന്നത്. ഇപ്പോൾ ഒരു കുട്ടി ഒരു ബോക്സിങ് മത്സരത്തിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു 5 മാസം മുമ്പെങ്കിലും അവനുള്ള പ്രിപ്പറേഷൻ തുടങ്ങും. അപ്പോൾ അവൻ്റെ പ്രോപ്പർ ഡയറ്റ്, പ്രോപ്പർ റെസ്റ്റ്, പ്രോപ്പർ വെയ്റ്റ് ട്രെയിനിങ്, പിന്നെ കാർഡിയോ ട്രെയിനിങ്, ലെസൺസ്, സ്പാറിങ് സെഷൻസ്, ന്യൂട്രിയൻസ്, ഇതേപോലുള്ള എല്ലാ ഘടകങ്ങളും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടാണ് ഫൈറ്റിന് ഇറങ്ങുന്നത്. അപ്പോൾ പ്രോപ്പർലി അവനിക്ക് ഇഞ്ചുറീസ് കുറവായിരിക്കും. കാരണം വെച്ചാൽ അത് അങ്ങനെ. ഇപ്പം നമ്മളിപ്പോൾ ഒളിമ്പിക്സിൽ നമ്മൾ അധികം ഇഞ്ചുറി കാണാറില്ല. അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രൊഫഷണൽ ഫൈറ്റേഴ്സിൽ നമ്മൾ അധികം ഇഞ്ചുറി കാണാറില്ല. സംഭവം ചിലപ്പോൾ ബ്ലഡൊക്കെ വരും. ഇപ്പോൾ മൂക്കിൽ കൊണ്ട് ബ്ലഡ് വരും. അത് ചിലപ്പോൾ ആ ഒരു 1-2 ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ അത്. പക്ഷേ നോർമലി അങ്ങനെ ഇഞ്ചുറീസ് അധികം വരാറില്ല. കാരണം വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പ്രൊഫഷണലി ട്രെയിൻ ചെയ്ത് ഇറങ്ങുന്നതുകൊണ്ടാണ്. പക്ഷേ ഇതിൻ്റെ ഒരു മറുവശം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ട്രെയിനിങ് ഒന്നും അധികം എടുക്കാണ്ട്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ക്ലബ്ബിൽ തന്നെ 2 പയ്യന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നിട്ട് സ്കൂൾ ചാമ്പ്യൻഷിപ്പ് വരുന്നുണ്ട്, ബോക്സിങ് വരുന്നുണ്ട്, ഞങ്ങൾക്ക് ഇറങ്ങണം എന്ന് വെച്ച്. നിങ്ങൾ ഇതിനു മുമ്പ് ബോക്സിങ് ട്രെയിൻ ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ അല്ല, ഞങ്ങൾ യൂട്യൂബൊക്കെ നോക്കി. ഞാൻ ഓക്കെ. അപ്പോൾ എന്നാണ് ഫൈറ്റ്? അടുത്ത ആഴ്ച. ഞാൻ പറഞ്ഞു അടുത്ത ആഴ്ച. വളരെ നേരത്തെ നിങ്ങൾ എത്തിയേക്കണേ. എത്രയും പെട്ടെന്ന് തന്നെ എത്തിയല്ലോ.
അപ്പോൾ ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ഫൈറ്റ് സ്പാറിങ് സെഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വെച്ചാൽ അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. ഇല്ല ഞങ്ങൾക്ക് ഇറങ്ങണം സാറേ, നമ്മളൊരു പണി, നമ്മൾ ക്ലബ്ബുള്ള ഒരു പയ്യനെ വിളിച്ചിട്ട് ജസ്റ്റ് വാമപ്പ് സെഷനൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊരു പറഞ്ഞു ഒരു മിനിറ്റ് ആയിട്ട് അവനായിട്ടൊന്ന് നിങ്ങൾ ലൈറ്റായിട്ടൊന്ന് സ്പാർ ചെയ്യും പയ്യനായിട്ട്. ആ സ്പാറിങ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവനിക്ക് മനസ്സിലായി അവൻ എന്താണ് മനസ്സിൽ ഉദ്ദേശിച്ച് വെച്ചേക്കണത്, എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത്. കാരണം നല്ല ഇടി കിട്ടും. കാരണം നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഉണ്ടോ, ഈ ഒരു ജോ ലൈൻ, അതേപോലെ തന്നെ ഈ ചെവിക്കല്ല്, ടെമ്പിള്, ഈ 3 ഭാഗത്താണ് ഏറ്റവും കൂടുതൽ പഞ്ചസ് വന്ന് വീഴുന്നത്. ഇവിടെ ഇടി കിട്ടിക്കഴിഞ്ഞാൽ എന്തോ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ ഷേക്ക് ആവും. ബ്രെയിൻ ഷേക്ക് ആയി കഴിഞ്ഞാൽ ആൾ നോക്കൗട്ടായിട്ട് വീഴും. കഴിഞ്ഞ ദിവസം ഒരു വാർത്തയിലൊരു വീഡിയോ ഉണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഒരാൾ വന്നിട്ട്, ഇപ്പോൾ ഭയങ്കര കേസായിരുന്നത്, ഒരാൾ വന്നിട്ട് എന്നാ കുട്ടികളെ ഇടിക്കുന്നു. ഒരു 3 പേരെ അയാൾ ഇടിച്ചിട്ട്, അതായത് ഈ ഭാഗത്താണ് ഇടിക്കുന്നത്, ഈ ഭാഗത്ത് ഇടിച്ചിട്ട് ഒറ്റയിടിക്ക് തന്നെ ആ കുട്ടികൾ ബോധം കെട്ട് വീഴുന്നുണ്ട്. അപ്പോൾ ഈ ബ്രെയിൻ ഷേക്കായിട്ട് അവർ താഴെ വീഴും. താഴെ വീണ് കഴിയുമ്പോൾ അവർക്ക് ഒരു 2-3 മിനിറ്റത്തേക്ക് പിന്നെ ബോധം ഉണ്ടാവില്ല. പിന്നെ വീണ്ടും അവർ എണീറ്റ് വരുന്നു. അപ്പോൾ അടുത്തവൻ വന്നിട്ട് വീണ്ടും കാല് വെച്ചിട്ട് അവന്മാരടിക്കുന്നു. ഇങ്ങനെയുള്ള ഈ ഒരു ബ്രെയിൻ ഷേക്കിങ്ങിൻ്റെ ഒരു പ്രശ്നം ബോക്സിങ്ങിൽ വരും.